ഫീമെയിലിന് 2 എക്സ് ക്രോമസോമുകളാണുള്ളത്. മെയിലിന് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും. ഓക്കെ. പ്രത്യുൽപാദന സമയത്ത് ഒരു ക്രോമസോം മെയിലിൽ നിന്നും മറ്റൊന്ന് ഫീമെയിലിൽ നിന്നുമാണ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇതാണ് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കുന്നത്. ഇതിൽ എക്സും ആണ് ഉണ്ടാവുന്നതെങ്കിൽ പെൺകുട്ടിയും എക്സും വൈയുമാണ് ചേരുന്നതെങ്കിൽ ആൺകുട്ടിയുമാണ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഈ ഡയഗ്രാം എല്ലാരും ഒന്ന് വരച്ചെടുക്കുക. എക്സും കൂടി ചേർന്ന് എന്നെ പോലെ പെൺകുട്ടി ഉണ്ടായാൽ മതി. നിനക്കോ? അയ്യോ, ഒന്ന് മിണ്ടാണ്ടിരിക്കും. ടീച്ചർ യെസ് മിസ്സിന് എക്സും ആദ്യ സുരേഷ് കുമാർ മിസ്. അച്ഛൻ വന്നിട്ടുണ്ട്, കൂട്ടിക്കൊണ്ടു. ഞാൻ വിളിക്കാട്ടോ. ശരി ശരി. എന്തായാലും നാളെ ട്രീറ്റ് ഉണ്ട് കേട്ടോ. ശരി മിസ്. അച്ഛാ അച്ഛാ, എന്തിനാ ഇത്ര വലിയ സസ്പെൻസ്? ഒന്ന് പറയാച്ചാ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു 10 മിനിറ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. ഇപ്പൊ എത്തും ഹോസ്പിറ്റലില്, ഒരു 5 മിനിറ്റ്. അച്ഛാ, എക്സും ആണോ എക്സും വൈയും ആണോ? എന്താ എക്സും ആണെങ്കിൽ പെൺകുട്ടിയാ, എക്സും വൈയും ആണെങ്കിൽ ആൺകുട്ടിയാ. ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചതാ. അങ്ങനെയാണെങ്കിൽ എക്സും ശരിക്കും? സിന്ധു, ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം. ഇത് കൊള്ളാലോ. ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇത് ഇപ്പൊ തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. എന്റെ പൊന്നു സിന്ധു, നീ ഇൻസ്റ്റയിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ഇത് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറ. ഞാൻ മാത്രം കഴിച്ചാൽ മതിയോ? എന്റെ ഫാൻസ് അറിയണ്ടേ ഞാൻ എന്താ കഴിച്ചത്? ഇപ്പൊ പറയാവേ. സൂപ്പർ. കൊള്ളാവോ? സൂപ്പർ. അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ ഇന്ന് ഞെട്ടും. അടിപൊളി. ശരിക്കും സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. എന്തോ ഇത്? കഴിച്ചു നോക്ക്. അത്ര പോരാ. മോനുണ്ടാക്കിയതാ. കൊള്ളാം. അതെനിക്ക് അറിഞ്ഞുകൂടെ എന്റെ മോനുണ്ടാക്കിയതാണ്. ഉഗ്രസാധനം. ആദ്യം ഒന്ന് കഴിച്ചു നോക്കിയേ. എനിക്ക് വേണ്ടേ? അമ്മ ഉണ്ടാക്കിയതല്ലേ, അച്ഛൻ ഉണ്ടാക്കിയതാ? അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. എടുക്കട്ടെ. അത് ശരി. നാളെ ലോകം അറിയാൻ പോകുന്ന ഒരു ഷെഫിനെയാണ് നിങ്ങൾ എല്ലാരും കൂടെ നിർത്തി അപമാനിച്ചു. വേണ്ട, ആരും കഴിക്കണ്ട, ഞാൻ തന്നെ കഴിച്ചോ. എന്റെ അമ്മ. അയ്യോ, അയ്യോ അടുത്ത്. അച്ഛാ, കഴിഞ്ഞ കൊറേ നേരം എന്തോരം നേരം എന്നറിയോ മസിൽ പിടിച്ച്. ആ വയറിനുള്ള എക്സസൈസ് ചെയ്തോ? വയറിനുള്ള എന്തിനാ ചെയ്യുന്നത്? വയറ് ഇല്ലല്ലോ ഇപ്പോ. ആ ശ്വാസം ഒന്ന് വിട്ടേ. കണ്ട? അല്ല, അത് മുമ്പത്തെ അത്ര ഇല്ലല്ലോടി. അത് ഞാനിങ്ങനെ നിർത്തി ചെയ്യിപ്പിക്കണോണ്ടല്ലേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു അച്ഛൻ എന്നാ പ്രസവിക്കണേന്ന്. വയറ് കൊളസ്ട്രോൾ ഒന്നും കുറച്ചില്ലെങ്കിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോവേ. എന്റെ പൊന്നു, ഞാൻ ചെയ്തോളാം. നീ പറയുന്ന ടെൻഷൻ അടിച്ച് മനുഷ്യൻ തട്ടിപ്പോ. ഞാൻ ചെയ്തോളാം. നീ കണ്ണടച്ചിരുന്നോ. അമ്മേ ചായ. ചേട്ടാ ചായ കുടിക്കും. ചായ കുടിക്കാം. അച്ഛാ, കണ്ണു തുറന്നാ ആ ജമ്പിങ് ജാക്സ് ഒരു 25 തവണ കൂടെ ചെയ്യും, എന്നിട്ട് ചായ കുടിച്ചാൽ മതി. അല്ല, എന്റെ മോളെ അവനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റൂ? മോളെങ്കിലും നേരെ ഇവയെല്ലാം ചെയ്യാൻ നോക്ക്. ചായ തണുക്കൂല, അമ്മ കുടിച്ചോ? അതേതായാലും നന്നായി. അമ്മേ, 3 ന്യൂസ് പേപ്പറും വായിച്ചു കഴിഞ്ഞോ? ഒരു ന്യൂസ് പോലും വിടല്ലേ. അമ്മേ, അച്ഛൻ എഴുന്നേറ്റോ? എവിടെ? ഇപ്പോഴും നല്ല ഉറക്കമാ. എന്താ മനുഷ്യ സുസ്തായിട്ടൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. മതി ഇറങ്ങിയത്. എണീറ്റേ വന്നു വെച്ചത് ഒന്നുകൂടെ നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞു. എണീറ്റ്. മതി ശരി, മതി.
കമ്മല് വേണ്ട. എന്താ എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ. ഞാൻ പറയണ കേക്കച്ചു. ഇത് കൊള്ളില്ല, ഇതാ നല്ലത്. ഈ മുടി മാറ്റാം നമുക്ക്. വേണ്ട, നസീബണ്ണ അച്ചു നല്ലത്. ഇപ്പൊ സുന്ദരിയായി. ഈ പുട്ട് നല്ല സോഫ്റ്റ് അല്ലേ? ആ അതെ അതെ നന്നായിട്ടുണ്ട്. പഞ്ഞി പോലെ ഇരിക്കുന്നത്. അല്ലല്ല നീ പുട്ടുണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. ഷോ ആണോ ഏട്ടാ? പിന്നെ ഓടുന്നു അപ്പോഴേ ഇങ്ങനത്തെ ചൂടെ കഴിക്കേട്ടാ. അയ്യോ പോരാ, ഇന്നത്തെ കടലക്കറി തീരെ പോരാ, വെരി ബാഡ്. ശരിയാ, ലീലാമ്മച്ചി ഉണ്ടാക്കണതിന്റെ അത്രയും ടേസ്റ്റ് പോരാ. ലീലാമ്മച്ചി ഉണ്ടാക്കുന്ന കറിയൊക്കെ എന്നാ മോളെ മോശമായിരിക്കുന്നത്. അതാണ്. ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. കറിക്ക് എന്തോ ഒരു ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. കഴിച്ച് കഴിച്ച് വരുമ്പം ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയാ. ഇത് എന്ത് ടെക്നിക്കാണ് ഇത്? കൊള്ളാം. ഇതൊക്കെ എങ്ങനെ പറ്റുന്നുണ്ട് നിനക്ക്? സമ്മതിക്കണം കേട്ടോ നിന്നെ. അച്ഛാ, എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കണേ? പേടിയോ? എനിക്കോ? ആ ഒന്ന് പോടിയോടുന്നു. എന്റെ പൊന്നു മോളെ, ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പ്രേമിച്ച് നടന്ന കാലം മുതലുള്ളതാ ഈ പേടി. എന്റെ അമ്മ ഇത് അതൊന്നും അല്ല അല്ലടി. പേടിയൊന്നും അല്ല, സ്നേഹം കൊണ്ടാ അല്ലേ സുരേഷ് ഏട്ടാ? പിന്നെ ആണോ? അയ്യോടാ. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ അമ്മൂമ്മയും മക്കളോട് അങ്ങ് അടുക്കള കയറ്. ചൂടുണ്ടമ്മേ. നന്നായിട്ട് കുടിക്കേ. എരി എരി. എരിയും. ഇത് പറയുമ്പോ എല്ലാവർക്കും എരിയും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ് പ്രൊസീഡ്. എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യോ? 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 മോള് എന്താ ഉദ്ദേശിച്ചത്? കേട്ടിട്ടില്ലേ? സ്വാതന്ത്ര്യം, ഫ്രീഡം. കുറച്ചൊക്കെ എന്റെ അഭിപ്രായത്തിന് വില തരണം. പക്ഷെ നിങ്ങൾ അങ്ങനാണോ? എന്റെ സകല കാര്യം തീരുമാനിക്കുന്ന ആദ്യം ചെയ്യാം. എന്റെ ഡ്രസ്സും എന്റെ ഹെയർ സ്റ്റൈലും ഒക്കെ എന്റെ ഇഷ്ടാ, അല്ലാതെ ആദ്യച്ചിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യച്ചിട്ട് കയ്യിൽ എനിക്ക് ഉറപ്പായിട്ട് ഫ്രീഡം വേണം. എടി കുഞ്ഞു കാന്താരി, ഈ ഇരിക്കുന്ന ആദ്യേച്ചി നിന്റെ ചേച്ചിയല്ലേ? അപ്പൊ കുറച്ച് ശ്രദ്ധയൊക്കെ കൂടും മക്കളെ. ആ അത് സ്വാഭാവികം. അതെ സ്വാഭാവികം. അവളുടെ ഒരു സ്വാതന്ത്ര്യം. എടി, നിന്റെ വർത്തമാനം കേട്ടതൊന്നും നിനക്ക് 10-35 വയസ്സായിന്ന്. ആകെ ഇച്ചിരിയല്ലേ ഉള്ളൂ. പ്രായത്തിനനുസരിച്ച് സംസാരിച്ച് പഠിക്കാതെ. എന്നിട്ട് ഞാൻ ആലോചിക്കാം നിനക്ക് സ്വാതന്ത്ര്യം തരണോ വേണ്ടയോ കേട്ടോ. മോളെ, ചേച്ചി സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലേ, സാരമില്ല, മോള് കഴിക്കും. സ്നേഹമൊന്നും അല്ല അച്ഛാ, കുശുമ്പ കുശുമ്പ്. ഞാൻ നല്ലോണം ഡ്രസ് ചെയ്താ ചേച്ചിയുടെ ഗ്ലാമർ അങ്ങ് പോ. എനിക്ക് ഇത് സൗന്ദര്യം കൂടിപ്പോയി. അതെന്റെ കുഴപ്പമല്ലല്ലോ. ഒരിക്കലും അല്ല. അത് നമ്മളെ അച്ഛൻ വീട്ടുകാർക്ക് സൗന്ദര്യം എന്ന് പറയുന്നതേ പാരമ്പര്യമായിട്ട് കിട്ടിയതാ മക്കളെ. വെള്ളോ? ചുമക്കും ചുമക്കും. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ഭാഗത്താന്ന്. കഴിച്ചിട്ട് പോടി. അച്ഛൻ തന്നെ കഴിച്ചോ. എന്തുവാടി ഇത്?